ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل. വേദത്തിൽ നിന്ന് വിഹിതം ലഭിച്ചവരെ നീ കണ്ടില്ലയോ? അവർ മാർഗഭ്രംശം സ്വയം വിലയ്ക്ക് വാങ്ങുകയാകുന്നു. നിങ്ങൾ കൂടി വഴിപിഴച്ചവരാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വേദക്കാരിലുള്ള പണ്ഡിതന്മാരെപ്പറ്റി വിശുദ്ധ ഖുർആൻ പലപ്പോഴും വേദത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വിഹിതം ലഭിച്ചവർ എന്ന് പറയാറുണ്ട്. ഇതിന് കാരണം ഒന്നാമതായി ദൈവിക ഗ്രന്ഥത്തിന്റെ വലിയൊരു ഭാഗം അവർ നഷ്ടമാക്കി കളഞ്ഞതാണ്. അവരുടെ കൈവശമുള്ള ഭാഗം തന്നെ അതിന്റെ ആത്മാവിൽ നിന്നും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമായിരുന്നു. കേവലം വാചക കസർത്തുകളിലും ശാഖാവിധികളിലും വിശ്വാസങ്ങളുടെ തത്വശാസ്ത്രപരമായ സങ്കീർണതകളിലുമായിരുന്നു അവരുടെ മുഴുവൻ ശ്രദ്ധയും. അവർ ദീനിന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അജ്ഞരും മതാനുഷ്ഠാനത്തിന്റെ സത്തയിൽ നിന്ന് വിദൂരസ്ഥരുമായിരുന്നു. പേരിലോ വലിയ മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളുമായിരുന്നു. വല്ലാഹു അഅലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ. നിങ്ങളുടെ വൈരികളെ ഏറ്റം അറിയുന്നവനത്രേ അല്ലാഹു. നിങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും തികച്ചും മതിയായവനത്രേ അല്ലാഹു. من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. ജൂതരായി തീർന്നവരിൽ വാക്കുകളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ചിലരുണ്ട്. നാക്കുകൾ വക്രിച്ചുകൊണ്ട് സത്യദീനിനെ അവമതിക്കുന്നതിനു വേണ്ടി അവർ സമിഅന വ അസൈന എന്നും ഇസ്മഉ ഗൈറ മുസ്മഇൻ എന്നും റാഇന എന്നും പറയുന്നു. തൽസ്ഥാനത്ത് സമിഅന വ അതഅന എന്നും ഇസ്മഉ എന്നും ഉൻലുർന എന്നും പറഞ്ഞിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ളത്. കൂടുതൽ നേരായ രീതിയും അതുതന്നെ. പക്ഷേ അവരുടെ സത്യനിഷേധത്തിന്റെ ഫലമായി അല്ലാഹുവിന്റെ ശാപം അവരിൽ പതിച്ചിരിക്കുന്നു. അതിനാൽ അവർ വളരെ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. ജൂതന്മാർ എന്നു പറയാതെ ജൂതരായി തീർന്നവർ എന്നു പറഞ്ഞത് ശ്രദ്ധേയമാണ്. എല്ലാ നബിമാരുടെയും അനുയായികളെപ്പോലെ ഇവരും ആരംഭത്തിൽ മുസ്ലിങ്ങളായിരുന്നു. കാലക്രമത്തിൽ യഹൂദിസം സ്വീകരിക്കുകയാണുണ്ടായത് എന്നതിന്റെ സൂചനയാണിത്. യുഹരിഫൂനൽ കലിമ ആൻഡ് മവാലിയിഹി എന്ന വാക്യത്തിന് മൂന്നർത്ഥങ്ങളുണ്ട്. ഒന്ന്, ദൈവിക ഗ്രന്ഥത്തിന്റെ പദങ്ങൾ മാറ്റിമറിക്കുക. രണ്ട്, സ്വന്തമായ വ്യാഖ്യാനങ്ങൾ വഴി അർത്ഥം മാറ്റുക. മൂന്ന്, നബിയുടെയും അനുയായികളുടെയും അടുത്തുവന്ന് അവരുടെ സംസാരം കേട്ട് തിരിച്ചുവന്നാൽ സ്വന്തം വക പൊടിപ്പും തൊങ്ങലും വെച്ച് തെറ്റായി റിപ്പോർട്ട് ചെയ്യുക. അപകീർത്തിയും തെറ്റിദ്ധാരണയും പ്രചരിപ്പിച്ച് ആളുകളെ ഇസ്ലാമിക സംഘടനയിൽ നിന്ന് അകറ്റി നിർത്തലായിരുന്നു ഇതിന്റെയെല്ലാം ഉദ്ദേശ്യം. ദൈവിക വിധികൾ കേൾപ്പിക്കപ്പെടുമ്പോൾ ഉച്ചത്തിൽ ഞങ്ങൾ കേട്ടു എന്നർത്ഥമുള്ള സമിഅന എന്നും പതുക്കെ ഞങ്ങൾ നിരസിച്ചു എന്നർത്ഥമുള്ള അസൈന എന്നും പറയുക. അല്ലെങ്കിൽ ഞങ്ങൾ അനുസരിച്ചു എന്നർത്ഥമുള്ള അത്തഉനായുടെ ഉച്ചാരണം നാവിനെ വളച്ചു തിരിച്ചുകൊണ്ട് ഞങ്ങൾ നിരസിച്ചു എന്നർത്ഥമുള്ള അസ്വൈന എന്നാക്കി മാറ്റുക. യഹൂദരുടെ ഒരു ദുഷിച്ച ശീലമായിരുന്നു ഇത്. ഇതിനെയാണ് സത്യദീനിനെ അവമതിക്കുന്നതിനു വേണ്ടി എന്ന വാക്യം സൂചിപ്പിക്കുന്നത്. സംഭാഷണമധ്യേ തിരുമേനിയോട് വല്ലതും ബോധിപ്പിക്കേണ്ടി വന്നാൽ അവർ ഇസ്മഅ അഥവാ കേൾക്കുക എന്ന് പറയാറുണ്ടായിരുന്നു. ഗൈറ മുസ്മഇൻ എന്ന് ചേർക്കുകയും ചെയ്യും. ഒരേ സമയം ആക്ഷേപത്തിനും അനുമോദനത്തിനും പറ്റിയ വാക്കാണിത്. താങ്കൾ സമാദരണീയനാണ്, അനിഷ്ടകരമായ ഒന്നും താങ്കൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് അതിന്റെ ഒരർത്ഥം. നീ വല്ലതും കേൾപ്പിക്കാൻ പറ്റിയ ആളല്ല, നീ ബധിരനാവട്ടെ എന്നും ഇതിന് അർത്ഥം കൽപ്പിക്കാം.
يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا. അല്ലയോ വേദം ലഭിച്ചവരെ, നേരത്തെ നിങ്ങളുടെ കൂടെയുള്ള വേദത്തെ സത്യപ്പെടുത്തിയും ബലപ്പെടുത്തിയും കൊണ്ട് ഇപ്പോൾ നാം അവതരിപ്പിക്കുന്ന വേദത്തിൽ വിശ്വസിക്കുവിൻ. ചില മുഖങ്ങളെ നാം വികൃതമാക്കി പുറകോട്ട് തിരിക്കുകയോ സാബത്തുകാരെ ശപിച്ച പോലെ ശപിക്കുകയോ ചെയ്യും മുമ്പായി. അള്ളാഹുവിന്റെ വിധി നടപ്പാവാനുള്ളതു തന്നെ എന്ന് ഓർക്കുവിൻ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. തന്നിൽ പങ്കാളിത്തം ആരോപിക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലാത്ത ഏതു പാപവും അവൻ ഇച്ഛിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കും. അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുന്നവൻ വമ്പിച്ച വ്യാജവും ഭയങ്കരമായ കുറ്റവുമാണ് ചമച്ചിരിക്കുന്നത്. പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരെന്ന് വാദിച്ചിരുന്നുവെങ്കിലും അക്കാലത്തെ വേദക്കാർ ഷിർക്കിൽ അകപ്പെട്ടു പോയിരുന്നതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നത്. ഷിർക്കല്ലാത്ത ഏതു പാപവും പുറത്തു കൊടുക്കും എന്നതിനർത്ഥം മറ്റെല്ലാ പാപങ്ങളും തുറന്ന മനസ്സോടെ ചെയ്യാമെന്നല്ല, മറിച്ച് ഷിർക്കാകുന്ന അതീവ ഗുരുതരമായ കുറ്റം പോലും വേദക്കാരിൽ സർവ്വസാധാരണമായിരുന്നുവെന്നും മറ്റേതു കുറ്റം പൊറുത്താലും ഷിർക്ക് പൊറുക്കുമെന്നാശിക്കാൻ വഴിയില്ലെന്നുമാണ്. യഹൂദ പുരോഹിതന്മാർ ചെറിയ ചെറിയ മതനിയമങ്ങൾക്ക് അസാമാന്യമായ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. തങ്ങൾ പ്രധാനം കൽപ്പിക്കുന്ന ശാഖാ നിയമങ്ങളുടെ അളവിലും തൂക്കത്തിലുമാണ് അവർ സമയം മുഴുവൻ ചെലവഴിച്ചിരുന്നത്. എന്നാൽ ഷിർക്ക് അവരുടെ ഇടയിൽ വളരെ ലഘുവായ സംഗതിയായിരുന്നു. ബഹുദൈവ വിശ്വാസപരമായ ചിന്താഗതികൾക്കും പ്രവൃത്തികൾക്കും അവർക്കിടയിൽ സർവത്ര പ്രചാരമുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള മോചനത്തിനായി ഒരു പരിശ്രമവും ഉണ്ടായിരുന്നില്ല. വിഗ്രഹാരാധകരെ കൂട്ടുപിടിക്കുന്നതിലോ അവർക്ക് പിന്തുണ നൽകുന്നതിലോ ഒരു സങ്കോചവും തോന്നിയതുമില്ല. ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا. സ്വയം വിശുദ്ധരായി ചമയുന്നവരെ നീ കണ്ടില്ലയോ? എന്നാൽ വിശുദ്ധിയോ അള്ളാഹു അവനിച്ഛിക്കുന്നവർക്ക് അരുളുന്നതാകുന്നു. വിശുദ്ധി അർഹിക്കുന്നവരോട് അണു അളവ് അനീതി ചെയ്യപ്പെടുന്നതല്ല. انظر كيف يفترون على الله الكذب وكفى به إثما مبينا. ഇക്കൂട്ടർ അള്ളാഹുവിന്റെ പേരിലും നിസ്സങ്കോചം കള്ളം കെട്ടിപ്പറയുന്നതെങ്ങനെയെന്ന് നോക്കുക. ഇവർ തെളിഞ്ഞ പാപികളാകുന്നതിന് ഈയൊരു കുറ്റം തന്നെ മതിയായതാകുന്നു. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. വേദജ്ഞാനത്തിൽ നിന്ന് ഒരു വിഹിതം ലഭിച്ചവരെ നീ കണ്ടില്ലയോ? അവർ ജിബ്തിലും താഊത്തിലും വിശ്വസിക്കുന്നു. സത്യനിഷേധികളെക്കുറിച്ച് ഇവരാണ് സത്യവിശ്വാസികളെക്കാൾ സന്മാർഗം സിദ്ധിച്ചവരെന്ന് പറയുകയും ചെയ്യുന്നു. ഈ സൂക്തത്തിൽ പറയുന്ന ജിബ്ത് എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം മിഥ്യ, അടിസ്ഥാനരഹിതം, നിഷ്ഫലം എന്നൊക്കെയാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ മന്ത്രവാദം, മാരണം, ശകുനം, ജ്യോതിഷം, മുഹൂർത്തം തുടങ്ങി അടിസ്ഥാനരഹിതവും അന്ധവിശ്വാസജന്യവുമായ അനുഷ്ഠാനങ്ങൾക്കും സങ്കല്പങ്ങൾക്കും മൊത്തത്തിലുള്ള പേരാണത്. ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: പക്ഷിശാസ്ത്രവും ശകുനം നോക്കലും പ്രശ്നം വെക്കലും ജിബ്തിൽപ്പെട്ടതാണ്. നാം അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്ന അതേ അർത്ഥമാണ് ജിബ്തിനുള്ളത്. യഹൂദരുടെ അധപതനത്തിന്റെ ആഴം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സൂക്തം.
മക്ക മുശ്രിക്കുകളെക്കാൾ വഴിപിഴച്ചവരാണ് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരെന്നും മുസ്ലിങ്ങളെക്കാൾ മുശ്രിക്കുകളാണ് സന്മാർഗികളെന്നും വാദിക്കാൻ അവരുടെ പുരോഹിതന്മാർ തയ്യാറായിരുന്നു. ഒരു ഭാഗത്ത് ഷിർക്കിന്റെയും വിഗ്രഹപൂജയുടെയും ലാഞ്ചന ഏൽക്കാത്ത തൗഹീദും, മറുഭാഗത്ത് പരസ്യമായ വിഗ്രഹാരാധനയും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. തൗറാത്തിലാകട്ടെ വിഗ്രഹപൂജയെ ഉടനീളം അധിക്ഷേപിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇത്രത്തോളം എത്തിയിരുന്നു അവരുടെ ശാഠ്യബുദ്ധി. أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. അവരെ തന്നെയാകുന്നു അല്ലാഹു ശപിച്ചിട്ടുള്ളത്. ആരെ അല്ലാഹു ശപിക്കുന്നുവോ അവന് ഒരു സഹായിയെയും നീ കാണുകയില്ല. أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا. അവർക്ക് അധികാരത്തിൽ പങ്കുണ്ടെന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു തരിമ്പും മറ്റുള്ളവർക്ക് അവർ നൽകുമായിരുന്നില്ല. ആരാണ് സന്മാർഗത്തിൽ, ആരാണ് ദുർമാർഗത്തിൽ എന്ന് തീരുമാനിക്കാനുള്ള അള്ളാഹുവിന്റെ അധികാരത്തിൽ വല്ലതും ഈ പുരോഹിതന്മാരുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് യാതൊന്നും ഇവർ നൽകുമായിരുന്നില്ല. കാരണം സത്യം തുറന്നു സമ്മതിക്കാനുള്ള ഹൃദയവിശാലത പോലും ഇവർക്കില്ല. ഈ വാക്യത്തിന് മറ്റൊരർത്ഥം കൂടി നൽകാവുന്നതാണ്. ഇതര ജനങ്ങൾ തങ്ങളുടെ പങ്ക് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അത് വകവെച്ചു കൊടുക്കാനുള്ള വല്ല അധികാരവും അവരുടെ കൈവശമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും ഇവർ മറ്റുള്ളവർക്ക് നൽകുമായിരുന്നില്ല. ഇവിടെയാകട്ടെ കേവലം സത്യം സമ്മതിക്കുക എന്ന പ്രശ്നമാണുള്ളത്. അതിൽ പോലും ലുബ്ധ കാണിക്കുന്നവരുണ്ടോ അധികാരത്തിൽ മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുന്നു? أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما. അതല്ല, ഇതര ജനങ്ങളോ അല്ലാഹു അവരെ അനുഗ്രഹിച്ചുവെന്നതിന്റെ പേരിൽ അസൂയപ്പെടുകയാണോ? അതാണ് കാര്യമെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ. ഇബ്രാഹിം സന്തതികൾക്ക് നാം വേദവും തത്വജ്ഞാനവും അരുളിയിട്ടുണ്ട്, മഹത്തായ ആധിപത്യവും നൽകിയിട്ടുണ്ട്. അറേബ്യയിലെ നിരക്ഷരരിൽ നിന്ന് മഹാനുഭാവനായ ഒരു പ്രവാചകൻ ആവിർഭവിക്കുകയും ആത്മീയവും ഭൗതികവുമായ മേധാവിത്വത്തിന് നിദാനമായ ഒരു ജീവിത പദ്ധതി നിലവിൽ വരികയും ചെയ്തപ്പോൾ അതിൽ അസൂയപ്പെടുകയാണിവർ. ഈ അസൂയയുടെ പ്രതിഫലനമാണ് സത്യനിഷേധികളാണ് സത്യവിശ്വാസികളെക്കാൾ സന്മാർഗികൾ എന്ന ഇവരുടെ ജൽപ്പനമെന്ന് സാരം. മുൽക്കൻ അലീം അഥവാ മഹത്തായ ആധിപത്യം എന്ന വാക്കിന്റെ വിവക്ഷ ഇതാണ്: ദൈവിക പ്രമാണത്തിലുള്ള പാണ്ഡിത്യത്തിന്റെയും തദനുസാരമുള്ള പ്രവർത്തനത്തിന്റെയും അനിവാര്യ ഫലമെന്നോണം കൈവരുന്ന നേതൃത്വവും മേധാവിത്വവും. فمنهم من آمن به ومنهم من صد عنه وكفى بجهنم سعيرا. എന്നാൽ അവരിൽ ചിലർ അതിൽ വിശ്വസിച്ചു, ചിലരോ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. പിന്തിരിഞ്ഞു പോയവർക്കുചിതമായിട്ടുള്ളത് കത്തിക്കാളുന്ന നരകാഗ്നി തന്നെ. ഇസ്രായേല്യരുടെ അസൂയ നിറഞ്ഞ ആക്ഷേപത്തിന് മറുപടിയാണ് ഈ സൂക്തം. ഉദ്ദേശ്യം ഇതാണ്: എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ അസൂയാഗ്നി കത്തിജ്വലിക്കുന്നത്? നിങ്ങൾ ഇബ്രാഹിം കുടുംബമാണെങ്കിൽ ഇസ്മായിൽ സന്തതികളായ അറബികളും ഇബ്രാഹിം കുടുംബമാണ്. ഇബ്രാഹീമിന് നാം ലോക നേതൃത്വം വാഗ്ദത്തം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പിൻതലമുറയിൽ ദൈവിക ഗ്രന്ഥത്തെയും ജ്ഞാനത്തെയും പിൻപറ്റുന്നവർക്ക് മാത്രമേ അതിനവകാശമുള്ളൂ എന്നും നാം വ്യക്തമാക്കിയിരുന്നു. ആ ഗ്രന്ഥവും ജ്ഞാനവും ആദ്യം നിങ്ങളുടെ വശമാണ് നാം ഏൽപ്പിച്ചത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വന്തം അയോഗ്യത തെളിയിച്ചു. ഇപ്പോൾ ഇസ്മായിൽ സന്തതികൾക്കാണ് നാം അത് നൽകിയിരിക്കുന്നത്. അവർ തങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു.